എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. ഇതുപോലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതേ ഒരു രീതിയിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ നെയ്ച്ചോറിനൊപ്പം വിളമ്പാനും സൂപ്പറാണ്. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ നമ്മുടെ വീഡിയോയിൽ കൂടി നമുക്ക് കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 2 കിലോ അളവിലുള്ള കോഴി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി അതിന്റെ വെള്ളമെല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു മാരിനേഷൻ ഉണ്ട്. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് റോസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യമേ നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൈകൊണ്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കീറി ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം. നാരങ്ങ നീരിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരിയും ചേർക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി ചേർക്കണം. 2 ടീസ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവില് ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പൊടിയാണ്. ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഈ ഒരു പൊടികളെല്ലാം ചിക്കനിലേക്കൊന്ന് തേച്ച് കുഴച്ച് പിടിപ്പിച്ചെടുക്കണം. അങ്ങനെ ചിക്കനിലേക്ക് മസാല എല്ലാം തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ റോസ്റ്റിലേക്ക് ആവശ്യമായ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് വെക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചിക്കൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ചിക്കൻ പീസുകളെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ പീസുകളും എണ്ണയിലേക്ക് പൊരിക്കാനായിട്ട് മാറ്റാം. നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഒരു 2-3 തവണകൾ കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ചിക്കൻ പീസുകൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് മുരിയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മളിപ്പോ ചിക്കൻ പീസുകൾ ഈ ഒരു എണ്ണയിൽ തന്നെ വെച്ചിട്ടാണ് നല്ലതുപോലെ മുരിയിച്ചെടുക്കുന്നത്. ഇതിനുശേഷം നമ്മൾ മസാലയിലിട്ട് മാത്രമേ ഒന്ന് വഴറ്റിയെടുക്കുന്നുള്ളൂ. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ മൂടി വെച്ച് തന്നെ ഒന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം എല്ലാം ഊറി വരും. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് ഫുൾ ഫ്ലെയിമിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ചിക്കന്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് നല്ലപോലെ മുരിഞ്ഞ് പാകമായി കിട്ടും. ഇനിയിപ്പോ ചിക്കനിലെ ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു കരി പോലും കരിയാതെ തന്നെ നമുക്ക് ചിക്കൻ പീസുകൾ എല്ലാം വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസുകളെല്ലാം നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചിക്കനിൽ ഊറി വന്നിട്ടുള്ള ഈ ഒരു മുരിവ് കൂടെ കോരി മാറ്റാം. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഇതിന്റെ ആ ഒരു മുരിവെല്ലാം കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഒരു ബോള് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 കിലോ അളവില് ചെറിയ ഉള്ളിയും 2 ചെറിയ സവാളയുമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. സവാളയും ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ലോണം തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. 1 സ്പൂൺ അളവില് ചിക്കൻ മസാലപ്പൊടി, 1/4 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവില് ചതച്ച മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പായി കിട്ടണം. അതിനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് വേണം നമുക്ക് പൊടികൾ വഴറ്റാനായിട്ട്. പൊടികൾ ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് ചേർക്കേണ്ടത്. തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. വീണ്ടും ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ തക്കാളി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ ഗ്രേവി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ
വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി ഒന്ന് ഉറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ചിക്കനും കൂടെ ചേർത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഗ്രേവിയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ പീസുകളാണ് ചേർക്കേണ്ടത്. ചിക്കൻ പീസുകൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും ഇതിലേക്ക് നല്ലപോലെ മസാല എല്ലാം പിടിച്ച് കിട്ടും. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച ചിക്കൻ റോസ്റ്റ് മൂടി തുറന്ന് നോക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ മസാലയെല്ലാം ചിക്കനിലേക്ക് നല്ലവണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തന്ന് ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.